നമസ്കാരം. ഇറാനെ ആക്രമിക്കാനുള്ള തീരുമാനം അവസാനം ആക്രമിക്കാൻ 1 മണിക്കൂർ മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് ഞങ്ങൾ പിൻവലിച്ചത്. ഗൾഫ് രാജ്യങ്ങൾ ഞങ്ങളോട് അഭ്യർത്ഥിച്ചു, ഇറാനെ ആക്രമിക്കരുത്, പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്ന് ഞങ്ങളോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറിയത്. എന്തായാലും പൂർണ്ണമായും ഞങ്ങൾ ആ തീരുമാനം വേണ്ടെന്ന് വെച്ചിട്ടില്ല. 2-3 ദിവസത്തിനുള്ളിൽ ഇറാൻ കരാറിലെത്തിയില്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും ആക്രമിക്കും, അതിനെക്കുറിച്ച് ഞങ്ങൾ തീരുമാനമെടുക്കുമെന്നാണ് ട്രംപിന്റെ ഏറ്റവും പുതിയ ഭീഷണി. എന്തായാലും ഈ ഭീഷണിക്ക് അബ്ബാസ് അരാക്ചി കൊടുത്ത മറുപടിയാണ് ഏറ്റവും രസകരമായത്. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി പറയുന്നത്, അമേരിക്കയുടെ F-35 എന്ന് പറയുന്ന ഫൈറ്റർ ജെറ്റ്, റഡാറുകളുടെ കണ്ണുവെട്ടിച്ച് ആക്രമണം നടത്താൻ കഴിയുന്ന ആ ഫൈറ്റർ ജെറ്റ്, അതിനെ ആദ്യമായി വെടിവെച്ചിട്ടത് ഞങ്ങളാണ്. ഞങ്ങളുടെ സായുധ സേനയുടെ കരുത്തെന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ആദ്യത്തേത് ഞങ്ങളാണ് ചെയ്തത്, അവസാനത്തേതും ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കരുത് എന്ന രീതിയിലുള്ള ഒരു മറുപടിയാണ് അബ്ബാസ് അരാക്ചി കൊടുത്തിട്ടുള്ളത്. തൊട്ടു പിന്നാലെ അമേരിക്കക്ക് ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് എത്രമാത്രം വലിയ നഷ്ടങ്ങൾ ഉണ്ടായി എന്നുള്ളതിനെ കുറിച്ചുള്ള ചില കണക്കുകൾ ഇപ്പോൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. 40 ദിവസത്തെ യുദ്ധം കൊണ്ട് അമേരിക്കക്ക് നഷ്ടമായത് 42 വിമാനങ്ങളാണത്രേ. കോടിക്കണക്കിന് ഡോളർ വില വരുന്ന യുദ്ധവിമാനങ്ങൾ, അതുപോലെ തന്നെ ഡ്രോണുകൾ, ഇതൊക്കെ അമേരിക്കക്ക് നഷ്ടമായി. ഇനിയും അത്തരത്തിലുള്ള നഷ്ടങ്ങൾ നിങ്ങൾ ഇങ്ങനെ പണം ചെലവഴിച്ച് വാങ്ങിക്കൂട്ടണോ, വടി കൊടുത്ത് അടി വാങ്ങിക്കണോ എന്നാണ് അബ്ബാസ് അരാക്ചി ചോദിച്ചതിന്റെ, അല്ലെങ്കിൽ അദ്ദേഹം ആ പറഞ്ഞതിന്റെ അർത്ഥം. നിങ്ങൾ 1 മണിക്കൂർ മുമ്പാണ് കാര്യങ്ങളൊക്കെ വേണ്ടെന്ന് വെച്ചത്, 1 മണിക്കൂർ മാത്രം ശേഷിക്കുന്ന സമയത്താണ് യുദ്ധം വേണ്ടെന്ന് വെച്ചത് എങ്കിൽ ഞങ്ങൾക്ക് യുദ്ധം തുടങ്ങാൻ 1 മണിക്കൂർ പോലും വേണ്ട. ഞങ്ങൾ എപ്പോഴേ സജ്ജമാണ്. പൂർണ്ണമായും നിങ്ങളുടെ ഒരു ആക്രമണം ഉണ്ടായാൽ ആ ആക്രമണത്തെ പ്രതിരോധിക്കാനും തിരിച്ചടിക്കാനും ഞങ്ങൾ എന്നേ റെഡിയാണ്. അരമണിക്കൂർ മുമ്പ് തന്നെ ഞങ്ങൾ അതിനുവേണ്ടി ഇറങ്ങിക്കഴിഞ്ഞു എന്നാണ് ഇറാൻ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇനി അമേരിക്കയുടെ ഭാഗത്ത് നിന്ന്, ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്കെതിരെ ഒരു ആക്രമണം ഉണ്ടായാൽ തീർച്ചയായും ഞങ്ങൾ നിങ്ങൾക്കെതിരെ മാത്രമായിരിക്കില്ല. അതായത് ഈ മിഡിൽ ഈസ്റ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു യുദ്ധമായിരിക്കില്ല ഇനി ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് എന്ന ഒരു മുന്നറിയിപ്പ് കൂടെ ഇപ്പോൾ ഇറാൻ കൊടുത്തിരിക്കുകയാണ്. ആരെയാണ് ഇറാൻ ഉന്നം വെച്ചത്? മിഡിൽ ഈസ്റ്റ് കടന്നും ഇറാന്റെ യുദ്ധം വ്യാപിക്കുകയാണെങ്കിൽ ആർക്കൊക്കെ പണി കിട്ടും എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ തന്നെ നടക്കുന്നുണ്ട്. ചില നിരീക്ഷകരൊക്കെ ഇപ്പോൾ അവർ നോക്കിക്കാണുന്നത്, അല്ലെങ്കിൽ അവർ പറയുന്നത്, ഒന്നുകിൽ തായ്വാൻ അല്ലെങ്കിൽ യുക്രൈൻ എന്നാണ്. തായ്വാനെ ആക്രമിക്കാൻ ഇറാൻ ഒരുമ്പെട്ടാൽ അമേരിക്കക്ക് അത് വലിയ ദോഷം ചെയ്യും. മാത്രമല്ല, ചൈനയുടെ ഒരു പിന്തുണ കൂടെ കാര്യമായ രീതിയിൽ തന്നെ ഇറാന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. നിലവിൽ ചൈന ഇറാനെ വാരിക്കോരി സഹായിക്കുന്നുണ്ട്. ചൈനയെ സന്തോഷിപ്പിക്കുന്ന ഒരു നീക്കമായി അത് മാറും. അതോടൊപ്പം തന്നെ യുക്രൈനെ ആക്രമിച്ചാൽ പുടിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ പിന്തുണയും അത് വാരിക്കോരി കിട്ടാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ പുടിൻ ഇവിടെ ഇറാനെ പിന്തുണയ്ക്കുന്നുണ്ട്, ആവശ്യമായ സഹായങ്ങൾ നൽകുന്നുണ്ട്. എന്തായാലും ഇങ്ങോട്ട് സഹായിക്കുന്ന ആളുകൾക്ക് തിരിച്ച് ഒരു പ്രത്യുപകാരം എന്നുള്ള രീതിയിൽ അവരുടെ സന്തോഷം പിടിച്ചു പറ്റുക എന്ന ഒരു നീക്കം ഒരു ഭാഗത്തുണ്ട്. അതോടൊപ്പം തന്നെ അമേരിക്കക്ക് ശക്തമായ പ്രഹരം കൊടുക്കുക, അത് അമേരിക്ക ചിന്തിച്ചതിനേക്കാൾ അപ്പുറത്തായിരിക്കും കിട്ടാൻ പോകുന്നത് എന്നാണ് ഇവിടെ ഇറാന്റെ ഭാഗത്ത് നിന്ന് വരുന്ന പ്രതികരണങ്ങൾ. എന്തായാലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരിക്കൽ കൂടെ തെളിയിച്ചു, ഇനിയും ഇറാനെ ആക്രമിച്ച് പുലിവാലി പിടിക്കാനില്ല എന്നുള്ളതാണ് അമേരിക്കയുടെ നിലപാട്. അതാണ് ചിന്ത. യുദ്ധത്തിന് പോയാൽ പണി പാലും വെള്ളത്തിൽ കിട്ടും എന്ന് അമേരിക്കക്ക് മനസ്സിലായിട്ടുണ്ട്. അമേരിക്കയുടെ ആ ബോധ്യം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തുടർച്ചയായിട്ടുള്ള പ്രതികരണങ്ങളിൽ നിന്നും ലോകത്തിനും ബോധ്യപ്പെടുന്നുണ്ട്. അതായത് പഴയതുപോലെ അങ്ങ് എടുത്തു ചാടാനുള്ള ധൈര്യമില്ല, ധൈര്യമുണ്ടെങ്കിലും ഇനി അതിനുള്ള ശേഷിയില്ല എന്ന് അമേരിക്കക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വേണ്ടപ്പെട്ടവരൊക്കെ കൃത്യമായി ഇപ്പോൾ കൊടുക്കേണ്ട ഉപദേശങ്ങൾ സമയത്ത് തന്നെ കൊടുക്കുന്നുണ്ട്. അത് കേൾക്കാനുള്ള സമയവും സന്നദ്ധതയും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനുമുണ്ട്. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ട്രംപ് യുദ്ധത്തിൽ നിന്ന് പിന്മാറിയത്. ഇനി യുദ്ധവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പണി പാലും വെള്ളത്തിൽ തന്നെ കിട്ടും എന്ന് ട്രംപിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.